പത്തനംമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ ദേവയാനി അജയനും കൂടെ ഇങ്ങനെ താഴോട്ട് വരുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ മുത്തശ്ശനും മുത്തശ്ശിയാണെങ്കിൽ വന്ന വാർത്തയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാവർക്കും നല്ല സങ്കടമാവുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ ജയൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, പിന്നെ ഇത് കാര്യങ്ങളൊക്കെ അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ജയൻ പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്ന് പറയും കേട്ടോ. അങ്ങനെ നമ്മളെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ആരാണ് ഈ വാർത്ത പുറത്ത് വിട്ടതെന്ന് അറിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളൊക്കെ കുളമായല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ മുത്തശ്ശി പറയുന്നുണ്ട് എന്തായാലും ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ആദർശമോനെ കുറിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ ദേവയാനി പറയുന്നുണ്ട് ഇങ്ങനെ അവൻ നാണകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എല്ലാ കാര്യങ്ങളും പുറത്തായ സ്ഥിതിക്ക് സത്യം നമ്മൾ എല്ലാവരുടെ അടുത്തും പറയുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് മുത്തശ്ശൻ പറയുന്നുണ്ട് അല്ല മോള് വിചാരിച്ചിരിക്കുന്നത് ആദർശാണ് പിന്നെ അച്ഛനെന്നുള്ള കാര്യമാണ് വിചാരിച്ചിരിക്കുന്നത്, അപ്പോൾ അത് മാറ്റാൻ വേണ്ടി ഞാനും ഇപ്പം വിചാരിക്കുന്നില്ല എന്നിങ്ങനെ പറയുവാണേ. ഇതിങ്ങനെ തന്നെ പോട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ. അപ്പോഴത്തേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിക്കുമ്പം ദേവയാനി പറയുന്നുണ്ട് എനിക്ക് സംശയം അനാമികയും അനാമികയുടെ അച്ഛനെയാണെന്ന് പറയുക. അപ്പം മുത്തശ്ശൻ പറയും ഓ മുറിവേൽപ്പിച്ചിട്ട് പോയൊരു തിരിച്ച് നമ്മളെ മുറിവേൽപ്പിക്കാനാണ് അവരെ പരിപാടിയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും ഇത് എവിടെ വരെ പോകുമെന്നൊക്കെ നമുക്ക് നോക്കാമെന്ന് പറയും കേട്ടോ. അങ്ങനെ പിന്നെ കാണിക്കാൻ നമ്മൾ അഭിയാണ്. അഭിയാണെങ്കിൽ വാർത്തയൊക്കെ ലീക്കായതിൻ്റെ സന്തോഷത്തിൽ ചായയൊക്കെ കുടിച്ചിട്ട് മുമ്പശത്ത് നിൽപ്പുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ നയനയാണെങ്കിൽ അഭിയുടെ അടുത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ഇപ്പം നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അഭി പറയും എന്താ ചേട്ടത്തി ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കും കേട്ടോ. നയന പറയുന്നുണ്ട് ഈ ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ ഭയങ്കര പാടാണ്, അത് കണക്ക് നീ എൻ്റെ മുമ്പിൽ നടിക്കേണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതിൻ്റെ പിന്നിൽ അനാമികയാണെന്നുള്ള കാര്യമൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം, പക്ഷേ അതിന് അനാമികയ്ക്ക് ധൈര്യം കൊടുത്തത് നീയാണോ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതിയെന്ന് പറയും കേട്ടോ. അപ്പോൾ അഭി പറയുമോ ഏട്ടത്തി ഞാനൊന്നും അല്ല, എൻ്റെ അമ്മയാണ് സത്യം, എൻ്റെ ഈശ്വരനാണ് സത്യം, ഞാനൊന്നും അല്ല ഇതിൻ്റെ പിന്നിലെന്നൊക്കെ പറയുകയാണ്. ഭയങ്കര അഭിനയം നടക്കും അഭി. അങ്ങനെ നമ്മൾ നയന പറയുന്നുണ്ട് പിന്നെ നിനക്ക് അമ്മയും ഈശ്വരനൊക്കെ ഭയങ്കര വിശ്വാസമല്ലേ, അതുകൊണ്ടാണല്ലോ നീ വ്രതം തെറ്റിച്ചിട്ട് ശബരിമലയിൽ പോകാൻ ശ്രമിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമാണെന്നൊക്കെ നയന പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ നീയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അഭി നിനക്ക് ഒരു രക്ഷയില്ല, ഇതൊന്നും നീ പറയുന്നതൊന്നും തൊണ്ട തൊടാതെ ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്നൊക്കെ നമ്മൾ നയന പറയുന്നുണ്ട് കേട്ടോ. നീയാണിത് ചെയ്തതെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാ സത്യങ്ങളും കൂടി തന്നെ നവ്യേച്ചിയും ഇത് അറിയുമെന്ന് പറയും കേട്ടോ. അതിന് തന്നെ ഇപ്പോൾ ഏറ്റവും വലിയ തെളിവ് തന്നെ ഇപ്പം നമ്മൾ അനഘയും കൊച്ചുകൊണ്ട് അവർ തന്നെ നവ്യേച്ചിയെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് പറയും കേട്ടോ. അതുകൊണ്ട് നീ ഒരുപാട് കിടന്ന് ഇതിനകത്ത് കളിക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലതെന്നൊക്കെ നമ്മളെ നവ്യാണെങ്കിൽ കുറച്ച് ഭീഷണിയോടുകൂടി നമ്മളെ നയന നമ്മൾ അഭിയെടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ഇത് നയന പറയുന്നുണ്ട് ഇതെല്ലാം തെളിഞ്ഞ് കഴിഞ്ഞാൽ നീയാണ് ഇതിനെല്ലാം പിന്നിലെന്ന് തെളിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീട്ടിന് പുറത്താണ് നിൻ്റെ സ്ഥാനം എന്നൊക്കെ നമ്മൾ നയന കുറച്ച് ഭീഷണിയിലൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നയനെ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അഭിയാണെങ്കിൽ അവിടെ നിന്നിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല, എന്തായാലും അനാമിക എന്തായാലും ഞാനാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ള കാര്യം അവൾ എന്തായാലും ആരുടെതും പറയത്തില്ല, പിന്നെ നീ ഇതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളൊരു ചിരിയാണ് നമ്മൾ ഉദ്ദേശിച്ച് ചിരിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും ഇടയ്ക്കൂടെ നമ്മൾ നയന പറയുന്നുണ്ടായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ആരുടെതും പറയാത്ത കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെ ജീവിതം ഇല്ലാതാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, ചേച്ചിയുടെ കുഞ്ഞിനാണെങ്കിൽ അച്ഛനില്ലാത്തൊരു കുഞ്ഞായിട്ട് വളരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളെല്ലാ കാര്യങ്ങളും ആരുടെതും പറയാതെ ഞങ്ങളെല്ലാം മറച്ചു വെച്ചിരിക്കുന്നതെന്ന് നമ്മളെ നയന ഇങ്ങനെ അഭിയെടുത്ത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതുകൊണ്ട് നീ അതൊന്നും മറന്നു പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നയനെ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ നന്ദുവിനെ കേട്ടോ. അപ്പോൾ നന്ദു ആണെങ്കിൽ രാവിലെ ധൃതി പിടിച്ച് പോവുക, കാപ്പി പോലും കുടിക്കാതെ പോകുക. അപ്പോഴത്തേക്കും നമ്മളെ കനക ചോദിക്കുന്നുണ്ട് എന്താ ഇത്ര ധൃതി പിടിച്ച് പോകുന്നതെന്ന് ചോദിക്കുമ്പം നമ്മൾ നന്ദു പറയുന്നുണ്ട് ഇന്ന് സ്റ്റേഷനിലാണെങ്കിൽ പുതിയ CI ചാർജ് എടുക്കുന്നുണ്ട്, അപ്പം അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളെ നന്ദു പറയുന്നുണ്ട് എന്തായാലും ഒരു തെറ്റും ചെയ്യാത്ത ആദർശേട്ടനെ കുറിച്ചാണല്ലോ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വന്നത്, അപ്പോൾ പിന്നെ എന്തായാലും ഇനി ഉള്ള സത്യങ്ങളൊക്കെ മൂടി വെക്കുന്നതിനെക്കാട്ടി നല്ലത് എന്തായാലും സത്യങ്ങളൊക്കെ എല്ലാവരെയും അറിയിക്കുന്നില്ലേ നല്ലതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ കനകയും ഗോവിന്ദനും ആണെങ്കിൽ പറയുന്നുണ്ട് എന്തായാലും ഒരു തെറ്റും ചെയ്യാത്ത ആദർശമോനെ കുറിച്ചിട്ടാണല്ലോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കെല്ലാവർക്കും നല്ല സങ്കടമുണ്ട് കേട്ടോ. നമ്മളെ കനക പറയുന്നുണ്ട് എന്തായാലും അന്ന് ആദർശമോനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ആദർശമോൻ്റെ കൂടെ നമ്മളെ നയനമോള് നല്ല സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിപ്പം അഭിയാണ് ചെയ്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ നവ്യ അത് ക്ഷമിക്കത്തതുമില്ല, അവളാണെങ്കിൽ അഭിയെ കളഞ്ഞിട്ടാണെങ്കിൽ വരികയും ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നന്ദു പറയുന്നുണ്ട് എന്തായാലും അച്ഛാ എന്തായാലും ഇതിനെക്കുറിച്ച് ഞാൻ നല്ലതുപോലെ ഞാൻ അന്വേഷിക്കും, ഇനിയും ഇതിങ്ങനെ ഓരോ പ്രശ്നങ്ങളായിട്ട് ആദർശേട്ടൻ്റെ പേരിൽ ഓരോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ ഈ കേസിൻ്റെ പിറകെ ഞാൻ എന്തായാലും അന്വേഷിച്ച് ഇറങ്ങുമെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ അഭിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. കാര്യം വെച്ചാൽ ആദർശേട്ടനെ കൊച്ചാക്കാൻ വേണ്ടി അഭി ചെയ്തതാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അത് കണക്ക് തന്നെ ഇപ്പം വാർത്ത വന്ന ഈ ചാനലെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സംഭവങ്ങൾ മാത്രം അവർ ഏറ്റെടുത്ത് ഇങ്ങനെ പുറത്ത് കൊണ്ടുവരുന്ന ചാനലാണെന്ന് പറയുന്നുണ്ട്. എന്ത് പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു കേസിൽ ഇവരെ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി അവർ ഇതേ കണക്കൊരു കേസ് അവർ കൊണ്ടുവരത്തില്ല, ആ രീതിയിൽ ഞാൻ അവരെ ആക്കുമെന്നൊക്കെ പറയുന്നുണ്ട് നന്ദു കേട്ടോ.
അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നന്ദു ആണെങ്കിൽ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴത്തേക്കും നമ്മളെ ഗോവിന്ദനും കനകയാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുക കേട്ടോ. പിന്നെ നമ്മളെ കാണിക്കുന്ന പറഞ്ഞാൽ നമ്മളെ നന്ദു റോഡിൽ വെച്ച് ഒരാളെ അടിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അടിച്ച് നല്ല പരുവാക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് എടുക്കടാ മാലയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അയാളുടെ കയ്യിൽ നിന്ന് മാല മേടിച്ചിട്ട് ആ അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഒരാൾ കാറി വന്ന ഒരാൾ ഇങ്ങനെ ഇറങ്ങി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ നന്ദു പറയുന്നുണ്ട് അമ്മയ്ക്ക് പരാതി ഇല്ലാത്തത് നിൻ്റെ നല്ല കാലമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നീ ഇനി ആരെങ്കിലും മാല മോഷ്ടിച്ച് എന്നങ്ങാണ് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ കൈ പിന്നെ മാല മോഷ്ടിക്കാൻ വേണ്ടി പൊങ്ങത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് നല്ല മാസ് ഡയലോഗൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നന്ദു അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വന്ന് നിൽക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഇയാളാണ് പുതിയ CI കേട്ടോ. എനിക്കെന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ CI ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിലോട്ട് പോകാൻ പോവാണേ. അപ്പോഴത്തേക്ക് പറയുന്നുണ്ട് എന്തായാലും ഇവിടുത്തെ നാട്ടുകാരൊക്കെ കൊള്ളാം, പിന്നെ ഇവിടെ ഒരു പെണ്ണാണ് SI എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കത്ര വലിയ മതിപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്തായാലും അവൾ ആൾ കൊള്ളാം, എന്തായാലും ഒരു പുലിക്കുട്ടി തന്നെയെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവളൊരു പുലിയായ സ്ഥിതിക്ക് ഞാനൊരു സിംഹമെങ്കിലും ആവണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ CI സാറാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മൾ അനാമികയും ടീമിനെയാണ് കേട്ടോ. അപ്പം അവരാണെങ്കിൽ ആദർശൻ്റെ ന്യൂസ് ഇങ്ങനെ TV-യിൽ കണ്ട് ഭയങ്കര സന്തോഷിച്ചിരിക്കും. അപ്പോൾ രേവതി പറയുന്നുണ്ട് എന്തായാലും കൊള്ളാം മോളെ, പറയുന്നത് കള്ളമാണെങ്കിലും നല്ല രീതിയിലാണ് അവർ അവതരിപ്പിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും മോളെ ഇനി അവരെ നാറ്റിക്കണമെന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് അവർ നിന്നെ അവിടെ തിരിച്ച് വിളിക്കണം, തിരിച്ച് വിളിച്ചില്ലെങ്കിലും അവർ കുഴപ്പമില്ല, നിൻ്റെ അക്കൗണ്ടിൽ ഈ കേസെല്ലാം ഒത്തു തീർക്കാൻ വേണ്ടി നിൻ്റെ അക്കൗണ്ടിൽ നല്ലൊരു ക്യാഷ് അവർ നിൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു തരണം, ആ ഒരു അവസ്ഥ വരെ നമ്മൾ അവരെ കൊണ്ടെത്തിക്കണം എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഭയങ്കര സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവർ മൂന്നുപേരും. സ്വപ്നം കാണാൻ ഇവരെ 3:30 കഴിഞ്ഞല്ലേ ഉള്ളൂ, പിന്നെ ബാക്കി ആരായാലും. അപ്പോഴത്തേക്കും ഇവർ സ്വപ്നമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളെ ആണ് കേട്ടോ. അപ്പം നമ്മളെ നന്ദു ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വരുന്ന സമയത്ത് നമ്മളെ അനിയാണെങ്കിൽ അവിടെ നന്ദുവിനെയും കാത്ത് അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ നന്ദു ആണെങ്കിൽ അനിയെ കാണുമ്പോൾ അനിയടുത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളവിടുത്തെ പോലീസുകാർ പറയുന്നുണ്ട് ഈ ചെറുക്കനാണെങ്കിൽ ഇപ്പം ജ്വല്ലറി നോക്കുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മളെ മാഡത്തിന് പിറക്കെയാണ് നടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ചിങ്ങമാസമായിട്ടും ജ്വല്ലറിയിൽ പോവാതെ മാസമായിട്ടൊക്കെ നല്ല കച്ചവടം കാര്യങ്ങളുള്ള സമയത്താണെങ്കിൽ ജ്വല്ലറിയും കാര്യങ്ങളും പോയി നോക്കാതെ ഇപ്പം നമ്മളെ മേഡത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുകയെന്ന് പറയും. അപ്പം നമ്മളെ നന്ദുവും അനിയാണെങ്കിൽ ഇങ്ങനെ പരസ്പരം നോക്കിയെന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നന്ദു അനിയടുത്ത് ചോദിക്കുന്നുണ്ട് നീ എന്തായാലും മെസ്സേജ് അയക്കത്തില്ല വിളിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ രാത്രി നീ മെസ്സേജ് അയച്ചല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അനി പറയും ഞാൻ മെസ്സേജ് അയച്ചോ, ഞാൻ അയച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നന്ദു പറയും ഇല്ലടാ നീ ഒന്ന് ഓർത്ത് നോക്ക്, നീ മെസ്സേജ് എനിക്ക് അയച്ചിട്ടുണ്ടല്ലോ എന്ന് പറയും. അനി ഉറപ്പിച്ച് പറയുന്നുണ്ട് ഇല്ല ഞാൻ മെസ്സേജ് അയച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട് ഒന്നെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ അപ്പച്ചിയോ അബിയോ ആയിരിക്കും നിൻ്റെ മനസ്സ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി അവർ നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതെന്ന് പറയും. അപ്പോൾ ചോദിക്കും നീ റിപ്ലൈ കൊടുത്തോ എന്ന് ചോദിക്കും, പറയും ഇല്ല ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല എന്ന് പറയും. അപ്പോൾ അതെന്തായാലും നന്നായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ CI സാർ ആണെങ്കിൽ വരുന്നുണ്ട് കേട്ടോ. CI സാർ നമ്മളെ ജീപ്പിലൊക്കെ വന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. എന്താ സംഭവം അറിയത്തില്ല, അവിടെ നിന്ന് കാണിച്ചത് ബൈക്കിലായിരുന്നു, പക്ഷേ ഇപ്പോൾ വന്നിറങ്ങുന്നത് ജീപ്പിനകത്താണ് വന്നിറങ്ങുന്നത്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ എല്ലാവരെയും നോക്കി ചിരിക്കുന്നുണ്ട്. അവരെപ്പം എല്ലാവരും ചിരിച്ചിട്ട് സാറിന് സല്യൂട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. കൊടുത്തതിന് ശേഷമാണെങ്കിൽ അപ്പോൾ അനിയാണെങ്കിൽ നമ്മൾ നന്ദു അനിയടുത്ത് പറയുന്നുണ്ട് നീ പൊയ്ക്കോളാൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ CI സാറാണെങ്കിൽ നിൽക്കുന്ന ഒരു കോൺസ്റ്റബിളിൻ്റെ തൊപ്പിയൊക്കെ പിടിച്ച് നേരെ വെക്കുന്നുണ്ട്. വെച്ചിട്ട് പറയും എനിക്ക് ഡിസിപ്ലിൻ എനിക്ക് മസ്റ്റാണെന്ന് പറയും കേട്ടോ. അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ CI സാറിന് അകത്തോട്ട് പോയിട്ട് നന്ദുവിനെ വിളിക്കുന്നുണ്ട്. നന്ദുവിനെ വിളിച്ചിട്ടാണെങ്കിൽ നന്ദുവിനെ പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ നന്ദുവിനെ നന്ദുവിൻ്റെ കുറച്ച് 3-4 ഗുണങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് 3-4 പുരുഷന്മാർ വന്നാലും സ്വന്തം ഒറ്റ ഇതിൽ നിന്ന് ഇടിച്ചിടുമെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നന്ദുവിനെ കുറച്ച് പുകഴ്ത്തിയൊക്കെ പറഞ്ഞിട്ട് പിന്നെ സാറാണെങ്കിൽ സാറിനെ കുറച്ച് പുകഴ്ത്തുന്നുണ്ട്. പറയുന്നുണ്ട് ഞാനും ഇങ്ങനെ തന്നെയാണ്, ഞാനും പിന്നെ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ ഞാനും അവരെ നല്ലതുപോലെ സെല്ലിലിട്ട് ഞാൻ ഉപദ്രവിക്കും, പക്ഷേ പുറത്താണെങ്കിലും മുറിവോ കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ ഞാൻ ഉപദ്രവിച്ചിട്ട് അവരെ ഞാൻ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുകയോ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തോ ഇയാളൊരു വായി നോക്കിയാണെന്ന് തോന്നുന്നു. നന്ദുവിനെ കണ്ടപ്പോഴേ വായൊക്കെ തുറന്നൊക്കെ ഇരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ നന്ദുവിനും ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് സ്വന്തമായിട്ട് കുറേ പുകഴ്ത്തിയൊക്കെ ചെയ്തിട്ട് പറയുന്നുണ്ട് എന്തായാലും ശരി നന്ദു പൊയ്ക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് നല്ല ഡീറ്റെയിൽസ് ആയിട്ട് പരിചയപ്പെടാതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ നന്ദുവിനും അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല ഇയാളെ. നമ്മൾ നന്ദു ഇങ്ങനെ നോക്കുന്ന സമയത്താണെങ്കിൽ അങ്ങനെ CI സാർ പറയുന്നുണ്ട് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് നന്ദുവിനെ കുറിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ പരിചയപ്പെടാതെ ഇങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പറയുന്നുണ്ട് പിന്നെ അയാളെ പേരൊക്കെ പറയുന്നുണ്ട് എൻ്റെ പേര് സച്ചിദാനന്ദൻ എന്നാണ്, പക്ഷേ എന്നെ അങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, എന്നെങ്കിൽ സച്ചി സാറെന്നോ അല്ലെങ്കിൽ സച്ചിൻ സാറെന്നോ വിളിച്ചാൽ മതി, തൻ്റെ പേര് നന്ദന എന്നല്ലേ പക്ഷേ തന്നെ നന്ദു എന്നല്ലേ വിളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് എളുപ്പമുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ നന്ദു ആണെങ്കിൽ പുറത്തോട്ട് പോകുന്നുണ്ട്. നമ്മളെ നന്ദുവിനെ നോക്കി ഇങ്ങനെ വായി നോക്കി ഇങ്ങനെ ഇയാൾ ഇരിപ്പുണ്ട്. ഇനി ഇയാൾക്കും ഇനിയിപ്പോൾ നന്ദുവിൻ്റെ അടുത്തൊരു ഇഷ്ടം തോന്നിയെന്ന് അറിയാൻ വയ്യ. ഒന്നാമത് ഇപ്പോൾ അനിയും നന്ദുവായിട്ടുള്ള റൂട്ട് ഒന്ന് ക്ലിയർ ആയിട്ട് വരുന്നതായിരുന്നു. അപ്പോഴതിൻ്റെ ഇടയ്ക്കൂടെ ഇനിയിപ്പോൾ അടുത്തൊരാളും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ശരി, നമുക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുള്ള ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.